കേന്ദ്രത്തിന്റെ അപായമണി മുഴങ്ങുകയാണ്. അതായത് എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയും പ്രളയ മുന്നറിയിപ്പ് സാധ്യതയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം സുരക്ഷിതരായിരിക്കണം. നമ്മുടെ സർക്കാരുകൾ പറയുന്നത് കൃത്യമായി അനുസരിക്കണം. ഏതൊക്കെ ജില്ലയിലാണ് പ്രളയ സാധ്യത അല്ലെങ്കിൽ കനത്ത മഴയ്ക്ക് സാധ്യത, കാറ്റ് വീശാൻ സാധ്യത, ഈ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടു വേണം ജനങ്ങൾ പുറത്തിറങ്ങാനും തീരദേശത്തുള്ളവർ മത്സ്യബന്ധനത്തിന് പോകാനും ഒക്കെ ചെയ്യേണ്ടത്. തീർച്ചയായും ഇക്കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് പറയുന്നത്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മുന്നറിയിപ്പാണ്, ഇത് അവഗണിക്കരുത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ അല്ലെങ്കിൽ സംസ്ഥാന കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് അറിയിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഓഗസ്റ്റ് 7 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ വലിയ രീതിയിലുള്ള ഇപ്പോൾ ജനജീവിതമൊക്കെ ദുസ്സഹമാക്കിക്കൊണ്ടാണ് കനത്ത മഴ പെയ്യുന്നത്. കൊച്ചിയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലും കനത്ത മഴയാണ് ജനജീവിതം ദുസ്സഹമാക്കി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ ദുരിത പെയ്ത്താണ്. പല സ്ഥലങ്ങളും മഴ രാത്രിയിലും പകലുമായി ഇങ്ങനെ തുടർന്നു പോവുകയാണ്. കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച മഴ 7 മണിയോടെയാണ് തോർന്നത്. കലൂർ, ഇടപ്പള്ളി, പാലാരിവട്ടം മേഖലകളിൽ ഇതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്ന കുട്ടികളും ഉൾപ്പെടെ പ്രദേശവാസികളാകെ വെള്ളക്കെട്ട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചെറിയ ഇടവഴികളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം, സൂക്ഷിച്ചു വേണം പോകാനായിട്ട്. വെള്ളക്കെട്ടെന്ന് കരുതി കളിക്കാനോ വെള്ളത്തിലിറങ്ങാനോ ഒന്നും ശ്രമിക്കരുത്. വലിയ അപകടം അത് വരുത്തി വയ്ക്കും. കോട്ടയത്തും ഇടുക്കിയിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. രാത്രികാല യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. മുല്ലപ്പെരിയാർ ഡാം എന്തെങ്കിലും സംഭവിക്കുമോ, അത് തകരുമോ, വിള്ളലുണ്ടാകുമോ, അങ്ങനെ തുടങ്ങിയ നിരവധി കാരണങ്ങൾ നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ ചില ആശങ്കകൾ അത് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടായാലേ നമ്മൾ ആ ജാഗ്രതയോടെ മുന്നോട്ട് പോകൂ. അതായത് വൈഗ അണക്കെട്ട് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. നിലവിൽ 68.50 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷിയായ 71 അടിയിലെത്തിയ ശേഷം തുറന്നാൽ മതി എന്ന തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥർ. മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും തമിഴ്നാട് കുറച്ചേക്കും. തേനി ജില്ലയിലെ കനത്ത മഴയെ തുടർന്ന് വൈഗ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കൂടി. വൈഗ അണക്കെട്ടിലെ ജലസംഭരണം 1-2 ദിവസത്തിനുള്ളിൽ പൂർണ്ണ ശേഷിയിലെത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സാധാരണ വൈഗ അണക്കെട്ടിലേക്ക് വരുന്ന വെള്ളം 69 അടിയിലെത്തുമ്പോൾ ഷട്ടർ തുറന്ന് നദിയിലേക്ക് തുറന്നു വിടുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ വൈഗ അണക്കെട്ടിന്റെ പൂർണ്ണ ശേഷിയായ 71 അടി വരെ വെള്ളം സംഭരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സെക്കൻഡിൽ 1867 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. വെഗ അണക്കെട്ട്
പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിക്കുന്നതിനാൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വരും ദിവസങ്ങളിൽ കുറയ്ക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ റൂൾ കർവ് പ്രകാരം 137.5 അടി വെള്ളം ഓഗസ്റ്റ് 10 വരെ സംഭരിക്കാം. നിലവിൽ 134.14 അടി വെള്ളമാണ് അണക്കെട്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഈ മഴയെ ഒന്നും നമ്മൾ അവഗണിക്കരുത്. നമുക്കറിയാം 2018ഉം 2021ൻ്റെയും പ്രളയം, 2018ലെ പ്രളയം, ആ പ്രളയം അനുഭവിച്ചവരാരും, ആ കെടുതി അനുഭവിച്ചവരാരും ഇന്ന് വരെ അത് മറക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മാത്രമല്ല മുണ്ടക്കൈ ചൂരൽമല, വയനാട്ടിലെയൊക്കെ മുണ്ടക്കൈ ചൂരൽമലയൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. എത്ര ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആകാശവും ഭൂമിയും മാത്രം നോക്കി നിൽക്കുന്ന മനുഷ്യർ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. കിടപ്പാടങ്ങളില്ലാത്തവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട നിരവധി പേരാണ് നമുക്ക് ചുറ്റും ഇപ്പോഴും ജീവനോടെ ഉള്ളത് എന്ന് മാത്രം. ജീവനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടതൊന്നും അവർക്ക് തിരിച്ചു കിട്ടാൻ ഒരു കാലത്തും സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഉള്ളുരുകി ജീവിക്കുന്നവരാണ് ഒരുപാട് പേർ നമുക്കിടയിലുള്ളത്. അതുകൊണ്ട് ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അതായത് റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് ഒക്കെയുള്ള സ്ഥലങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കുക. ഇനി അതല്ലാത്ത സ്ഥലങ്ങളിലുള്ളവരും, കനത്ത മഴയാണ്, ശക്തമായ കാറ്റാണെങ്കിലൊക്കെ ഈ വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴാൻ സാധ്യതയുണ്ട്. അതുവഴി ഷോക്കേൽക്കാൻ സാധ്യതയുണ്ട്. ഈ വലിയ വെള്ളക്കെട്ടിൽ വീഴുന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവരായാലും യാത്രകൾ, രാത്രികാല യാത്രകൾ, ഈ മഴയത്തൊക്കെ യാത്ര പോകാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാകും. അവരൊക്കെ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. യാത്രകൾ നല്ലതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു ദുരന്തം വരുമ്പോൾ അത് നമ്മൾ ചിലപ്പോൾ സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കും. ഇവിടുത്തെ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കും. കൃത്യമായ മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ടാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ പരസ്പരം പഴിചാരാനേ അവരെ കൊണ്ട് കഴിയൂ. നമുക്ക് എന്തെങ്കിലും ദുരിതം വന്നാൽ അത് താങ്ങാൻ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. പ്രളയമൊക്കെ വന്നാൽ, ഒരു പ്രളയമൊക്കെ അതിജീവിക്കാൻ ഇനി കേരളത്തിന് കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ അത് വരുത്തിവെക്കുന്ന വിന വലുതായിരിക്കും. കാരണം മഴ നമ്മൾ പിടിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സംഭവമല്ല ഈ മഴയും കാറ്റും, അതിശക്തമായ കാറ്റും പ്രളയവും എന്നൊക്കെ പറയുന്നത്. ഒരിക്കൽ മന്ത്രിമാരുടെയൊക്കെ ബുദ്ധിശൂന്യത കൊണ്ട് ഷട്ടറുകളൊക്കെ തുറന്ന് പ്രളയം ഇവിടെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയെ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുമോ അത്രത്തോളം പ്രകൃതി നമ്മളെയും ബുദ്ധിമുട്ടിക്കുകയും നമുക്കെതിരെ തിരിയുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ പലതവണ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. മത്സ്യബന്ധനത്തിന് പോകുന്നവർ അത് ആ സ്ഥലങ്ങളിലുള്ള തീരദേശ പ്രദേശങ്ങളിലുള്ളവരൊക്കെ സൂക്ഷിക്കുക. ജാഗ്രതയോടെ മാത്രം പോവുക. മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന മുന്നറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാതിരിക്കുക. ജാഗ്രതയോടെ കൃത്യമായി കാര്യങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ആരും മറക്കാതിരിക്കുക.